ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ത്യാഗം ചെയ്തിട്ടും തിരികെ ഒന്നും ലഭിക്കാതെ നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറില്ലേ? എല്ലാവരും മുന്നേറുമ്പോൾ നമ്മുടെ കഠിനാധ്വാനങ്ങൾ വെറുതെ ആവുകയാണോ എന്നോർത്ത് നമ്മൾ പലപ്പോഴും വിഷമിക്കാറുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ത്യാഗം പോലും വെറുതെ ആകില്ലെന്നും അതിന് വലിയൊരു പ്രതിഫലം ദൈവം നമുക്ക് കരുതിയിട്ടുണ്ടെന്നും ഉറപ്പ് തരുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 19:27 വചനം ഇപ്രകാരമാണ്: അതിന് പത്രോസ്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അവനോട് ചോദിച്ചു. നമ്മുടെ അധ്വാനങ്ങൾക്കൊന്നും ഫലം കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ മുന്നോട്ട് പോകാൻ വലിയൊരു പ്രത്യാശ നൽകുന്ന അത്ഭുതകരമായ ഒരു വചനമാണ് ഇത്. വലിയ ധനികനായ ഒരു യുവാവ് തൻ്റെ സമ്പത്ത് ഉപേക്ഷിക്കാൻ മടിച്ച് യേശുവിനെ വിട്ട് ദുഃഖത്തോടെ കടന്നു പോകുന്നതാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. ഇത് കണ്ടുകൊണ്ടിരുന്ന പത്രോസ് തൻ്റെ ഉള്ളിലെ സങ്കടവും ഭയവും മറച്ചു വയ്ക്കാതെ യേശുവിനോട് തികച്ചും സ്വാഭാവികമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്: കർത്താവേ, ആ ധനികൻ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല, എന്നാൽ ഞങ്ങളോ ഞങ്ങളുടെ വള്ളവും വലയും കുടുംബവും അപ്പനും അമ്മയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചാണ് നിന്റെ പിന്നാലെ വന്നത്. ഞങ്ങൾക്ക് ഇതിന് പകരം എന്ത് ലഭിക്കും? പത്രോസിന്റെ ഈ ചോദ്യത്തെ യേശു കുറ്റപ്പെടുത്തുന്നില്ല. പകരം സകലവും ഉപേക്ഷിച്ചവർക്ക് 100 ഇരട്ടി പ്രതിഫലവും നിത്യജീവനും ലഭിക്കുമെന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവവഴിയിലെ നിങ്ങളുടെ ഓരോ ത്യാഗവും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല. പത്രോസ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ കരിയറിലോ ജീവിതത്തിലോ നമ്മൾ അടുത്ത തലത്തിലേക്ക് ഉയരണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മുടെ താൽക്കാലിക സുഖങ്ങൾ, അനാവശ്യ കൂട്ടുകെട്ടുകൾ, മടി, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ താൽക്കാലികമായി നമുക്ക് ചില നഷ്ടങ്ങൾ തോന്നിയേക്കാം. യേശുവിനെ അനുഗമിക്കുന്നതിന് ചില ത്യാഗങ്ങൾ ആവശ്യമാണ്. ഇന്നും യേശുവിനെ അനുഗമിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും ത്യാഗങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നാം നമ്മുടെ അഹങ്കാരം ഉപേക്ഷിക്കണം, തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കണം, പാപജീവിതം ഉപേക്ഷിക്കണം, സ്വാർത്ഥത ഉപേക്ഷിക്കണം. ഇവ നഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങളാണ്. എന്നാൽ ഓർക്കുക, വിതയ്ക്കാതെ കൊയ്യാൻ കഴിയുകയില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന കഠിനാധ്വാനവും ത്യാഗവും ആ നഷ്ടവും നാളത്തെ വലിയൊരു വിളവെടുപ്പിനുള്ള വിത്തുകളാണ്. ദൈവം നമ്മുടെ ത്യാഗങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. പത്രോസിന്റെ ചോദ്യത്തിന് യേശു അടുത്ത വചനങ്ങൾ വളരെ മനോഹരമായ മറുപടി നൽകുന്നു. അവൻ പറയുന്നു, ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒന്നും വെറുതെ ആകുകയില്ല. ദൈവം ഒരു മനുഷ്യനോട് കടം വെക്കാറില്ല. നമ്മൾ ഉപേക്ഷിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ അനുഗ്രഹങ്ങൾ സ്വർഗം നമുക്ക് ദാനമായി നൽകും. മനുഷ്യർ നമ്മുടെ ത്യാഗങ്ങളെ കാണാതിരിക്കാം, എന്നാൽ ദൈവം ഓരോ കണ്ണുനീരും, ഓരോ പ്രാർത്ഥനയും, ഓരോ വിശ്വസ്തതയും കർത്താവ് എന്നും ഓർക്കും. കർത്താവിൻ്റെ പ്രതിഫലം എപ്പോഴും കർത്താവിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കും. യഥാർത്ഥ പ്രതിഫലം ദൈവത്തോടൊപ്പം ജീവിക്കുന്നതാണ്. പലരും ദൈവത്തെ അനുഗമിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവ സാന്നിധ്യമാണ്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആ ദൈവ സാന്നിധ്യമാണ്. ജീവിക്കുന്ന കർത്താവാണ് നമ്മോട് കൂടെ ഉള്ളത്. കർത്താവിനോടൊപ്പം നാം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സമാധാനം, പ്രത്യാശ, ആത്മീയ ശക്തി, ജീവന്റെ ഉറപ്പ്. ലോകത്തിലെ സമ്പത്തുകളെക്കാൾ വിലയേറിയതാണ് ഈ വാഗ്ദത്തങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ, ഈ സ്വർഗീയ ജീവിതം. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ യേശുവിന് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വിശ്വസ്തനാണോ? ദൈവത്തിൻ്റെ പ്രതിഫലത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അവസാനം വരെ വിശ്വസ്തരായി നിലനിൽക്കുവാൻ കൃപ നൽകുകയും നമുക്ക് ചെയ്യട്ടെ. കർത്താവ് സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.